ഉണ്ണി അമ്മക്കൊരു പാരയാകുന്ന ലക്ഷണമാണ്. പ്രിയപ്പെട്ട യൂട്യൂബ് നിവാസികളെ, എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്ന പടമാണ് 2017 റിലീസായി 8 നിലയിൽ പൊട്ടിയ അയ്യോ, കണ്ണും ചെവി പൊത്തിക്കോളിയും കുഞ്ഞാടുകളെ, ഇത് പള്ളിയല്ല പോലീസ് സ്റ്റേഷൻ. തെറ്റിദ്ധരിക്കേണ്ട, പടത്തിന്റെ പേര് പറഞ്ഞതാ മുത്തുരാമലിംഗം. അതാണ് പടത്തിന്റെ പേര്. നമ്മുടെ നായകന്റെ പേരാണ് മുത്തുരാമലിംഗം. ഈ ലിംഗത്തിന്റെ അച്ഛനാണ് നെപ്പോളിയൻ. നെപ്പോളിയനാണ് ഇവരുടെ ഊരിൽ നാട്ടാമ. അങ്ങനെ ഇരിക്കും ഒരു ദിവസം നാട്ടാമയ നെപ്പോളിയൻ അടുത്ത് ഒരു കേസ് വരികയാണ്. ഒരു പാവപ്പെട്ട അപ്പൂപ്പന്റെ കൃഷി സ്ഥലത്ത് അവിടുത്തെ മീൻ എംബോക്കിയുടെ ആടുകൾ കയറി മേഞ്ഞ് അവിടുത്തെ കൃഷിയിടം മൊത്തം നശിപ്പിക്കും. അപ്പൊ നമ്മുടെ ജഡ്ജിയായ നെപ്പോളിയൻ പറയും, അപ്പൂപ്പന്റെ കൃഷിസ്ഥലം നശിപ്പിച്ചത് ആടുകളായതുകൊണ്ട് ഒരു 10 ആടിനെ അപ്പൂപ്പന് കൊടുക്കണമെന്ന്. പക്ഷെ ഇത് നമ്മുടെ എംബോക്കിക്ക് ഇഷ്ടപ്പെടില്ല. എംബോക്കി ഒരു അങ്ങനൊന്നും തരാൻ പറ്റില്ലെന്ന്. എന്നിട്ട് നെപ്പോളിയന്റെ അടുത്ത് അവൻ പറയും, വേണമെങ്കിൽ എന്റെ ആടുമായിട്ട് തലയിടിച്ച് മത്സരിച്ചിട്ട് ജയിച്ചിട്ട് വേണമെങ്കിൽ എന്റെ ആടിനെ കൊണ്ടുപോകളായി. അപ്പോഴാണ് നമ്മുടെ ഹീറോന്റെ ഇൻട്രോ. നമ്മുടെ നായകൻ എന്ത് സംസാരിച്ചു തുടങ്ങിയാലും അതിനു മുന്നേ ഹേയ് എന്ന് പറഞ്ഞിട്ട് ശബ്ദം ഉണ്ടാകും. ഉദാഹരണത്തിന് ഇവന്റെ അടുത്ത് ആരെങ്കിലും പേര് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇവൻ പറയും, ഹേയ് മുത്തുരാമലിംഗം. എന്നിട്ട് ഈ ലിംഗം ആ പാവപ്പെട്ട മുട്ടനാടുമായിട്ട് തലയിടിച്ച് മത്സരിക്കാൻ പോകും. എന്നിട്ട് ഇവൻ മുട്ടനാടുമായിട്ട് ഇടിക്കുന്ന വേറെ പറഞ്ഞിട്ട് ഇവന്റെ അമ്മ ഓടി വന്നിട്ട് പറയും, മോനെ മുത്തുരാമലിംഗം വേണ്ടാന്ന് പറയും. അപ്പൊ ഇവനൊരു പഞ്ച് ഡയലോഗ് പറയും, മസാല അരച്ച് വെയ്യമ്മ. என்னடா டயலாக் இது? எவன் எழுதி கொடுத்தானே அது இப்படி பேசிட்டு போறான்? എന്റെ ഇത്രയും നാളത്തെ റോസ്റ്റിംഗ് കരിയറിന്റെ ഇടയിൽ ഒരു പഞ്ച് ഡയലോഗ് കേട്ട് ഞാൻ ഇത്രയും ചിരിച്ചിട്ടില്ല. എന്നിട്ട് മുട്ടനാട് ലിംഗം കൂടെ തല വെച്ച് ഇടിക്കും. ഈ മുട്ടനാട് ലിംഗമായിട്ട് തലയിടിക്കുന്ന സീൻ കഴിഞ്ഞ ഉടൻ തന്നെ ലിംഗത്തിന്റെ അമ്മ മട്ടൻ കറി വേവിക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് ലിംഗമായിട്ട് ഏറ്റുമുട്ടി മുട്ടനാട് പടവായിരുന്നു. ആ മുട്ടനാടിനെ എടുത്ത് ഉമാരി കറി വെച്ച് തിന്നുകയും ചെയ്യുന്നു. ആ ആടിന്റെ ഒരു കഷ്ണം പോലും ആ അപ്പൂപ്പന് കൊടുക്കൂല. അപ്പൊ അപ്പൂപ്പൻ ആരായി? ലോകപ്പെട്ടതാണ് ഇത് പറയുന്നത്. മുട്ടനാടിന്റെ ഉടമസ്ഥന്റെ പേരാണ് ഏഴരപ്പാണ്ടി. ആരുടെ ഇങ്ങനത്തെ പേരൊക്കെ ഇടുന്നത്? ഏഴരപ്പാണ്ടി, 6 എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം നമ്മുടെ ലിംഗത്തിന്റെ പെങ്ങള് മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോണ സമയത്ത് നമ്മുടെ ഏഴരപ്പാണ്ടി വന്നിട്ട് ഇവരുടെ പുറത്ത് വാണമിടും. അയ്യ, നിങ്ങൾ ഉദ്ദേശിച്ച സാധനമല്ല. ഇവൻ പേപ്പർ ചുരുട്ടി റോക്കറ്റ് ഉണ്ടാക്കി ഇവളുടെ പുറത്ത് വിടുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് ഇവള് കരഞ്ഞുകൊണ്ട് നേരെ ലിംഗത്തിന്റെ അടുത്ത് ചെല്ലും. ലിംഗം ഇത് കേട്ട ഉടനെ ഹേയ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വണ്ടി എടുത്തിട്ട് ഇവന്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് അവിടെ വെച്ച് ലിംഗവും ഏഴരപ്പാണ്ടിയായിട്ട് വൻ സംഘടനം. ഇതിന്റെ ഇടയ്ക്ക് ഇവന്റെ തള്ള ഇതൊക്കെ പറഞ്ഞിട്ട് അരിവാളുമായിട്ട് മോന്റെ ഒരു വാളും കൊടുത്തിട്ട് അവനെ വെട്ടാൻ പറയും. എടി നീയൊക്കെ ഒരു തള്ളയാണോടി, അഴുക്കത്തള്ള, തന്തയേക്കാൾ മോശം. ലിംഗത്തിന്റെ ഇടി സഹിക്കാൻ വയ്യാത്ത നമ്മുടെ ഏഴരപ്പാണ്ടി നേരെ ഓടി വീട്ടിൽ കയറി ലോക്കിടും. അപ്പൊ അവിടെ നമ്മുടെ ലിംഗത്തിന്റെ ഡാഡി നെപ്പോളിയൻ വരും. എന്നിട്ട് പറയും, ഡോറ് തല്ലി പൊളിക്കടാന്ന്. സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഡോറ് തല്ലി പൊളിക്കണത്? ഒന്നെങ്കിൽ കാലുവെച്ച് ചവിട്ടും, അല്ലെങ്കിൽ തോളുവെച്ച് ഇടിക്കും. പക്ഷെ നമ്മുടെ ലിംഗം അങ്ങനല്ല. ഇവൻ തല വെച്ച് ഇടിച്ചാണ് ഡോർ തുറക്കണത്. ഇവൻ കഷ്ടപ്പെട്ട് ഡോറ് തല വെച്ച് ഇടിച്ച് തുറന്ന് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ഏഴരപ്പാടിനെ കാണില്ല. അവൻ ബാക്ക് ഡോർ വഴി സ്ഥലം വിട്ട്. പക്ഷെ നമ്മുടെ ബുദ്ധിയില്ല ഫാമിലി അവന് വെറുതെ വിടില്ല. നെപ്പോളിയനൊപ്പം തന്നെ കൂടുള്ള ഷിങ്കിഡിനെ പറഞ്ഞു വിട്ട് 500 പേജിന്റെ ബുക്ക് വാങ്ങിച്ചിട്ട് അത് മൊത്തം കീറി റോക്കറ്റ് ഉണ്ടാക്കി ഏഴരപ്പാണ്ടിയുടെ വീട്ടിന്റെ മുകളിൽ വാണം വിട്ട് കളിക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ റിവെഞ്ച് എടുക്കുന്ന ഫാമിലിനെ ഞാൻ എന്റെ ജീവിതത്തിൽ ആരെയിട്ടാ കാണുന്നത്? തന്ത, തള്ള, മക്കള് എല്ലാത്തിനും അരപ്പിരി ലൂസ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് തന്നെയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വാപ്പാക്ക് തന്നെ, ഉപ്പാപ്പാക്ക് തന്നെ. ഓ, അപ്പൊ പാരമ്പര്യമായിട്ടുള്ളതാ. ഉമ്മക്കില്ലേ? ഉമ്മാക്ക് ഉണ്ട്, സ്ത്രീകളുടെ ഇടയിൽ ചെറിയ തോതിൽ, എന്നെ പോലെ വിപുലമായിട്ടില്ല. അടുത്തത് നമ്മുടെ നായികയുടെ ഇൻട്രോ ആണ്. നമ്മുടെ നായിക ഒരു 17 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഈ 17 വയസ്സുള്ള പെൺകുട്ടിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് മുതുക്കളവയായ പ്രിയാനന്ദാണ്. നമ്മുടെ നായികയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ ഒരു നമ്പർ 1 ഉടായിപ്പാണ്. ഇവള് പാവപ്പെട്ട പിള്ളേരെയൊക്കെ ബെറ്റ് വെച്ച് തോൽപ്പിച്ച് അവരുടെ കാശടിച്ച് മാറ്റലാണ് ഇവളുടെ മെയിൻ പണി. എന്നിട്ട് ഈ പിള്ളേരൊക്കെ ചെന്നിട്ട് ലിംഗത്തിന്റെ അടുത്ത് പറയും, അണ്ണ ഞങ്ങളൊരു മുതുക്കി പറ്റിച്ച് അണ്ണൻ വന്നിട്ട് അവളുമായിട്ട് ബെറ്റ് വെച്ച് ജയിച്ച് ഞങ്ങളുടെ കാശൊക്കെ തിരിച്ചു മേടിച്ചു തരാൻ. എന്നിട്ട് ലിംഗം നേരെ ഹേയ് എന്ന് പറഞ്ഞ ശബ്ദം ഉണ്ടാക്കി നേരെ അവിടെ ചെന്നിട്ട് അവളുമായിട്ട് ബെറ്റ് വയ്ക്കും. ബെറ്റ് മത്സരം വളരെ സിമ്പിൾ ആണ്. ഇവളിങ്ങനെ കമഴ്ന്ന് കിടക്കും. നമ്മൾ ദോശ മറിച്ചിടുന്ന പോലെ ഇവളെ മറിച്ചിടണം. അതാണ് ബെറ്റ്. ഇവളെ മറിച്ചിടാൻ ചെന്ന നമ്മുടെ ലിംഗം സാഹചര്യം നന്നായിട്ട് ചൂഷണം ചെയ്യും. എന്നിട്ട് ഇവക്ക് ഫ്രഞ്ച് കിസ്സൊക്കെ കൊടുക്കും. എടാ ഒരുമ്പെട്ടവനെ, നിന്റെ പെങ്ങളുടെ പുറത്ത് റോക്കറ്റ് ഇട്ടെന്ന് പറഞ്ഞിട്ടല്ല ആ പാവപ്പെട്ട ഏഴരപ്പാണ്ടിയുടെ വീഡിയോ ഒന്ന് അടിച്ചു പൊളിച്ചത്. നിന്റെ പെങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പാടില്ല. നീ എന്നിട്ട് നാട്ടുകാരുടെ പെങ്ങളെയൊക്കെ പാണ്ടി കരിമ്പാറ. ഞാൻ ഒന്നും പറയുന്നില്ല. നീ മൊത്തം അറിയാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാട്ടപ്പണി ചെയ്യൂ. നമ്മുടെ പ്രിയാനന്ദും ലിംഗത്തിന്റെ പെങ്ങളും ഒരുമിച്ച് ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്, +2-ന്. അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ പെങ്ങളെ കാണാൻ വേണ്ടി നമ്മുടെ ലിംഗം വരുമ്പോഴത്തേക്ക് പ്രിയാനന്ദന്റെ കയ്യിൽ നിന്ന് അറിയാണ്ട് ഒരു ബുക്ക് താഴത്തേക്ക് പോകും. അത് എടുക്കാൻ വേണ്ടി കുനിയുമ്പോഴത്തേക്ക് പ്രിയാനന്ദന്റെ തലയും ലിംഗത്തിന്റെ തലയും കൂട്ടിയിടിക്കും. ആ ഒറ്റ ഇടിയോടെ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, അവളുടെ ബോധം പോകും. 2, ഇവക്ക് ബോധം വരുമ്പോൾ അവൾക്ക് ഇവനോട് പ്രേമം തോന്നും. അപ്പൊ പെണ്ണിനെ വളയ്ക്കണമെങ്കിൽ തലക്കിടിച്ചാൽ മതിയല്ലേ, ശരിയാക്കി തരാം.
നമ്മുടെ ലിംഗം തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കോൽകളിക്കാരൻ കൂടിയാണ്. അങ്ങനെ ഇരിക്കെയാണ് കോൽകളിയുടെ ഒരു കോമ്പറ്റീഷൻ അപ്പുറത്തെ ജില്ലയിൽ നടക്കുന്നത് നമ്മുടെ ലിംഗം അറിയുന്നത്. പക്ഷെ ആ കോമ്പറ്റീഷനിൽ ലിംഗത്തിന്റെ അടുത്ത് പങ്കെടുക്കരുതെന്ന് നെപ്പോളിയൻ പറയും. അനുസരണയുള്ള മക്കളാണ് എന്ത് ചെയ്യണം, തന്ത പറഞ്ഞല്ലേ, അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാന്ന് വിചാരിച്ച് അടങ്ങി ഒതുങ്ങി ഇരിക്കണം. പക്ഷെ ലിംഗം കോലും കൊണ്ട് കളിക്കാനായിട്ട് അടുത്ത ജില്ലയിൽ പോകും. അവിടെ വെച്ച് നടന്ന ഒരു സംഘടനത്തിൽ നമ്മുടെ ലിംഗത്തിന് 7 പേരെ കുത്തേണ്ടി വരും. ഇതറിഞ്ഞ നമ്മുടെ നെപ്പോളിയൻ, എടാ കള്ള കഴിവേറി, നിന്റെ അടുത്ത് 100 പ്രാവശ്യം പോലെ എന്ന് പറഞ്ഞാൽ എടാ നായിന്റെ പോലെ എന്ന് ചോദിക്കും. എന്നിട്ട് പറയും എന്തായാലും നടന്നതൊക്കെ നടന്ന്, ഇനി ഒരു കാര്യം ചെയ്യും, നീയും 10-15 പേരും കൂടെ ചേർന്ന് ഒളിവി പോകാൻ പറയും. അപ്പൊ തന്നെ ഇവന്മാരെല്ലാം കൂടെ ചേർന്ന് ആ വാഴത്തോപ്പിന്റെ അവിടെ ചെന്ന് ഒളിച്ചിരിക്കും. ഇതെന്താടാ സാറ്റ് കളിക്കണ? ഒളിവിലാണ്, അപ്പൊ എവിടെയൊന്നും പറയാൻ പറ്റൂല. ലിംഗം ഒളിവിൽ പോയതറിഞ്ഞ് ലിംഗത്തിന് അന്വേഷിച്ച് SI വീട്ടിലേക്ക് വരും. എന്നിട്ട് SI വളരെ മാന്യമായിട്ട് നെപ്പോളിയന്റെ അടുത്ത് പറയും മോന്റെ അടുത്ത് സറണ്ടർ ചെയ്യാൻ പറയും. പക്ഷെ ഇയാള് വലിയ കൊണയടിക്കും SI എടുത്ത്. അപ്പൊ SIക്ക് വട്ടം പൊളിയും. എന്നിട്ട് നിന്റെ മോനെ കിട്ടണവരെ നീ അകത്ത് കടയെന്ന് പറഞ്ഞിട്ട് നെപ്പോളിയന്റെ മീശ പിടിച്ച് വലിച്ച് നടത്തിക്കൊണ്ട് പോകും. ഇത് കേട്ടറിഞ്ഞ് നമ്മുടെ ലിംഗം ഒരു അരിവാളുമായിട്ട് വന്നിട്ട് SIയുടെ കൈ വെട്ടും. എന്നിട്ട് എംബോക്ക് 1/2 മണിക്കൂർ മീശയെ കുറിച്ചുള്ള പഞ്ചഡയലോഗ് പറയും. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതെ, എന്നിട്ട് ഈ 2 മൊണ്ണകളും കൂടെ ചേർന്ന് SIയുടെ കൈയെടുത്ത് മരത്തിൽ കെട്ടിയിടും. എന്നിട്ട് നാട്ടിലുള്ള 15 കുടുംബത്തിന്റെ അടുത്ത് ഒളിവിൽ പോകാൻ പറയും. ഇവിടെ താനും തന്റെ മോനും കൂടെ SIയുടെ കൈ വെട്ടിന് എന്തിനാടോ 15 കുടുംബം ഒളിവിൽ പോണത്? നിങ്ങൾ 2 പേരും ഒളിവിൽ പോയാൽ പോരെ? നെപ്പോളിയൻ ഒളിവിൽ പോകാൻ പറഞ്ഞതോടെ ഒരു 15 പേര് തെക്കോട്ടും 15 പേര് വടക്കോട്ടും ഓടും. എന്തിനാ ഇവന്മാർ ഓടിയെന്നല്ലേ നിങ്ങളുടെ സംശയം? ഇവന്മാര് ഒളിച്ചിരിക്കാൻ പോയതാണ്, ഒളിച്ചിരിക്കാൻ. ഇനി നിങ്ങൾ പോയിട്ട് വിളിക്കും മാമൻ കണ്ടുപിടിക്കാൻ. അങ്ങനെ നെപ്പോളിയൻ ഒളിവിലിരിക്കെ നെപ്പോളിയൻ ഒരു കത്ത് വരികയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കാൻ ഒളിവിലിരിക്കണവൻ എങ്ങനെയാണ് കത്ത് വന്നേന്ന്? ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായി? ഈ പടത്തിൽ അങ്ങനെ പലതും സംഭവിക്കും. കാരണം ഈ പടം ഒരു വാണപ്പടമാണ്. അതുകൊണ്ട് കഥയിൽ ചോദ്യമില്ല. ഈ കത്ത് വായിക്കുന്ന നെപ്പോളിയൻ ഞെട്ടി വിറയ്ക്കും. ആ കത്തിന്റെ അകത്തുള്ളത് നെപ്പോളിയന്റെ 3 മക്കളിൽ ഒരാൾ നെപ്പോളിയന്റെ കുഞ്ഞല്ല. അപ്പോഴാണ് ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ എഡിറ്റിംഗ് മികവിലൊന്ന് നടക്കുന്നത്. നെപ്പോളിയൻ കത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 3 മക്കളുടെയും തല വന്നിട്ട് നെപ്പോളിയന്റെ തലയുടെ ഇടയിൽ കൂടെ കടന്ന് കറങ്ങും. എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിനക്കൊക്കെ തോന്നണത്? What a vision. What a thought. എനിക്ക് തോന്നണത് ഇത് എഡിറ്റ് ചെയ്തത് പ്രമോദ് പപ്പനാന്ന് തോന്നുന്നു. ഈ പ്രമോദ് പാപ്പനിക് അപ്രോച്ച്. അങ്ങനെ പോലീസുകാരന്റെ കൈവെട്ടിയ കേസിൽ നമ്മുടെ ലിംഗത്തിനെ പിടിക്കാനായിട്ട് പുതിയൊരു DSP ചാർജ് എടുക്കുകയാണ്. പേര് അശോകൻ. പക്ഷെ ഈ അശോകന്റെ നമ്മുടെ ലിംഗത്തിനെ പിടിക്കാനായിട്ട് അവന്റെ ഒരു ഫോട്ടോ പോലും ഇല്ല. എടാ നീയൊക്കെ ഒരു പോലീസുകാരനാണോടാ? ഒരു പ്രതിയുടെ ഫോട്ടോ പോലും ഇല്ലാണ്ടാണ് അവൻ അന്വേഷിക്കാൻ പറ്റുന്നത്. അപ്പോഴാണ് DSP അറിയുന്നത് ലിംഗത്തിന്റെ പെങ്ങൾക്ക് +2 പരീക്ഷയാണെന്ന്. അതിന്റെ ഹോൾ ടിക്കറ്റ് വാങ്ങാനായിട്ട് പെങ്ങൾ വരും. അപ്പൊ പെങ്ങളെ പിടിക്കാന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ ചെന്ന് സ്കൂളിന്റെ മുറ്റത്ത് ബാറാവ് നിൽക്കും. പക്ഷെ പെങ്ങൾ എത്തുന്നതിന് മുന്നേ നമ്മുടെ ലിംഗം പെങ്ങളുടെ ഹോൾ ടിക്കറ്റ് വാങ്ങിച്ച സ്ഥലം വിടും. എങ്ങനെയാന്നല്ലേ, ലിംഗം ഒരു സ്കൂൾ ബോയുടെ ഡ്രസ്സ് ഇട്ട് വന്ന് പോലീസുകാരെ പറ്റിയും. എടാ ഈ മുതുക്കൻ സ്കൂൾ ഡ്രസ്സ് ഇട്ട് വരുമ്പോ തന്നെ മനസ്സിലാക്കണ്ട ഇവനാണ് ലിംഗം എന്ന്. പിടിച്ചകത്തിട്ടാടാ, നിനക്കൊക്കെ തലയിൽ കളിമണ്ണാണോടാ? അങ്ങനെ എനിക്ക് ഒരു ദിവസം നമ്മുടെ DSP കാറിൽ സഞ്ചരിക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ ലിംഗം വഴി കൂടെ നടന്നു പോകുന്നു. എന്നിട്ട് DSP ലിംഗത്തിന്റെ അടുത്ത് തന്നെ ചോദിക്കും, ഇവിടെ പോലീസുകാരന്റെ കൈവിട്ടിയ ഒരു ലിംഗം ഉണ്ട്, അവനെ നിനക്ക് പരിചയമുണ്ടെന്ന്. അപ്പൊ ഇവൻ പറയും എനിക്ക് പരിചയമുണ്ടെന്ന്. അപ്പൊ DSP പറയും എവിടെ വെച്ച് ലിംഗത്തിനെ കണ്ടാലും നീ അപ്പൊ തന്നെ എന്നെ ഫോൺ വിളിച്ച് പറയണമെന്ന് പറഞ്ഞിട്ട് അവൻ നമ്പറും കൊടുക്കും. എന്നിട്ട് DYSP പറയും എനിക്ക് അടുത്ത ഗ്രാമത്തിലേക്കുള്ള വഴി അറിയില്ല, അതുകൊണ്ട് നീ വന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് ഇവനെ കാറി കയറ്റും. എന്നിട്ട് സ്ഥലം എത്തുമ്പോഴത്തേക്ക് ഇവനെ ഇറക്കി വിടുകയും ചെയ്യും. എന്നിട്ട് ഇവൻ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് എത്തിയ ശേഷം നമ്മുടെ DSPനെ വിളിക്കും. എന്നിട്ട് ഇവൻ പറയും ഞാനാണ് ലിംഗം, ഞാൻ സിംഹമാണ്, ഞാൻ പുലിയാണെന്നൊക്കെ പറഞ്ഞാൽ DSP എടുത്ത് തള്ളും. എന്നിട്ട് ഇവൻ പറയും ഞാനൊരു സെൽഫി എടുത്ത് അയച്ചിട്ടുണ്ട്, എന്നെ കണ്ടു കഴിഞ്ഞാൽ വരച്ചു വെച്ച സിംഹത്തിനാണ് ഇരിക്കുന്നത്. അങ്ങനെ DSP ലിംഗത്തിനെ പിടിക്കാനായി അടുത്ത പ്ലാനുമായിട്ട് ഇറങ്ങും. പ്ലാൻ വേറൊന്നുമല്ല, നമ്മുടെ പ്രിയാനന്ദ് ലിംഗത്തിന്റെ ലൈനാണല്ലോ, അതുകൊണ്ട് ഇവളെ ഫോളോ ചെയ്യാൻ പറയും. അങ്ങനെ ഇവളെ ഫോളോ ചെയ്ത് ലിംഗത്തിന്റെ ഒളിസ്ഥലം കണ്ടുപിടിക്കാനാണ് നമ്മുടെ DSPയുടെ ലക്ഷ്യം. സത്യം പറഞ്ഞണ്ടല്ല, ഈ ലിംഗത്തിന്റെ ഒളിസ്ഥലം കണ്ടിട്ട് 1/2 മണിക്കൂർ ഞാൻ നിന്ന് ചിരിച്ചു. ദേവന് ആടിനെ മൂടിയിടുന്ന കൂടയ്ക്കകത്താണ് ഒളിച്ചിരിക്കണത്. എങ്ങനെടാ ഇതൊക്കെ നിനക്ക് ആലോചിക്കാൻ തോന്നുന്നത്? കൂടയ്ക്കകത്തൊക്കെ ഒളിച്ചിരിക്കണ. പതിവ് പോലെ തന്നെ പോലീസുകാരുടെ ലിംഗം അതിവിദഗ്ധമായിട്ട് രക്ഷപ്പെടും. ലിംഗം രക്ഷപ്പെട്ടു പോയ ദേഷ്യത്തിന് നമ്മുടെ പ്രിയാനന്ദനെ DSP പിടിച്ചിട്ട് നല്ല ഇടിക്കും. അവസാനം ഇട്ടിക്കൊണ്ട് തുണികേറി നമ്മുടെ പ്രിയാനന്ദ് നമ്മുടെ DSPനെ ചലഞ്ച് ചെയ്യും. നീ ധൈര്യം കൊണ്ട് എന്റെ ലിംഗമായിട്ട് കോല് കളിക്കടാ, കോല് കളിച്ച് ജയിക്കുവാണെങ്കിൽ നീ ലിംഗത്തിനെ അറസ്റ്റ് ചെയ്തോ, നീ തോക്കുവാണെങ്കിൽ ലിംഗത്തിന്റെ പേരുള്ള കേസൊക്കെ നീ ഇല്ലാതാക്കണോന്ന്. DSP ഈ ഡീലിന് സമ്മതിക്കും. എന്നിട്ട് ഒരു ഗ്രൗണ്ടിൽ വെച്ച് ലിംഗവും DSPയും കോലുകളി നടത്തുകയാണ്. ആ കോലുകളിയുടെ അവസാനം നമ്മുടെ DSP തോക്കും. എന്നിട്ട് ഇവൻ പറയും ഞാൻ ലിംഗത്തിന്റെ പേരുള്ള കേസൊക്കെ പിൻവലിച്ച് ഇനി ലിംഗത്തിന്റെ പേര് കേസൊന്നും ഉണ്ടാവൂലെന്ന്. അത് ശരി. അപ്പൊ പോലീസുകാരന്റെ കൈ വെട്ടിയാലും കോലുകൾ നടത്തി ജയിച്ചു കഴിഞ്ഞാൽ വെറുതെ വിടുവല്ലേ?
ഇതൊന്നും മലങ്കൾട്ടല്ല, ഇത് മലങ്കൾട്ട് പ്രോ മാക്സ് ആണ്. ഇനി ഒരു ട്വിസ്റ്റും കൂടെ ഉണ്ട്, അതാണ് ക്ലൈമാക്സ്. നമ്മുടെ നെപ്പോളിയന്റെ 3 മക്കളിൽ ഒരാള് നെപ്പോളിയന്റെ കുഞ്ഞല്ലെന്ന് പറയുന്നില്ലേ, അത് നമ്മുടെ ലിങ്കമാണ്. നെപ്പോളിയന്റെ ശരിക്കുള്ള മോൻ നമ്മുടെ DYSP ആണ്. ലിങ്കം DYSPയുടെ വളർത്തച്ഛനായ സുമന്റെ മോനാണ്. ഇത് കണ്ണപ്പേട്ടൻ, ഇത് ദാസപ്പേട്ടൻ. അപ്പൊ ഈ ജോസപ്പേട്ടൻ ആരാണ്? ഈ കുഞ്ഞുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയത് നമ്മുടെ ഫെഫ്സി വിജയനാണ്. എന്തിനാന്നല്ലേ? ചുമ്മാ അങ്ങോട്ട് പ്രതികാരം ചെയ്യാനായിട്ട്. അങ്ങനെ നെപ്പോളിയനും DYSPയും ലിങ്കവും ലിംഗത്തിന്റെ പെങ്ങളും ചേട്ടനും എല്ലാവരും ഒന്നിക്കാണ്. പടം കഴിഞ്ഞ് ശുഭത്രിയിൽ വെച്ച് അവർ ഒന്നിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല. കുറെ കഴിയുമ്പോ എല്ലാരെയും പോലെ അവരും മരിക്കും, എന്നിട്ട് കുഴിച്ചിടും. എന്താ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഞാൻ പോകുന്നു. ബൈ ബൈ.